വാൽപ്പാറയിൽ ഇന്നലെ നടന്ന ആ ദാരുണമായ അപകടം നമ്മുടെ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. വിജ്ഞാനം പകർന്നു നൽകേണ്ട 9ഓളം അധ്യാപകരുടെ ജീവനാണ് ആ ചുരത്തിൽ പൊലിഞ്ഞത്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഇത്തരം ദുരന്തങ്ങൾ നൽകുന്ന പാഠങ്ങൾ നാം മനഃപ്പാഠമാക്കിയില്ലെങ്കിൽ ഇനിയും നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തില്ലാതെയാകുമെന്ന് നാം തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ അപകടങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര പുറപ്പെടും മുൻപ് നാം പാലിക്കേണ്ട ചില മുൻകരുതലുകൾ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഓരോരോ യാത്രയും തീരുമാനിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. നാം തിരഞ്ഞെടുക്കുന്ന വാഹനം ഏത് ഏജന്റിൻ്റെയോ ആകട്ടെ, അത് പുതിയ മോഡൽ വാഹനമാണെന്നും ടയറുകളും ബ്രേക്കുകളും മികച്ച കണ്ടീഷനിലാണെന്നും ഉറപ്പുവരുത്തണം. നമ്മുടെ ജീവൻ കൈപ്പിടിക്കുന്ന ഡ്രൈവർ ലഹരി ഉപയോഗിക്കാത്ത ആളാണെന്നും ആ റോഡുകളെക്കുറിച്ച് കൃത്യമായ പരിചയമുള്ള വ്യക്തിയാണെന്നും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് മലയോര പാതകളിൽ കേവലം ബ്രേക്കിനെ മാത്രം ആശ്രയിക്കാതെ കൃത്യമായ ഗിയറുകൾ ഉപയോഗിച്ച് വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവർ ശ്രദ്ധിക്കണം. യാത്രക്കാർ വണ്ടിക്കുള്ളിൽ വലിയ ശബ്ദത്തിൽ പാട്ടുകൾ വച്ചോ ബഹളങ്ങൾ ഉണ്ടാക്കിയോ ഡ്രൈവറുടെ ശ്രദ്ധ തിരിക്കരുത്. ഡ്രൈവർ ഉറക്കം തൂങ്ങുന്നുണ്ടോ എന്ന് മുൻസീറ്റിലിരിക്കുന്നവർ നിരീക്ഷിക്കുകയും അവർക്ക് കൃത്യമായ വിശ്രമം ഉറപ്പാക്കുകയും വേണം. യാത്രകളിൽ ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ച് അപരിചിതമായ വഴികളിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റരുത്. പോകുന്ന വഴി എത്രത്തോളം സുതാര്യമാണെന്നും വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണോ എന്നും കൃത്യമായി അന്വേഷിക്കണം. അമിതഭാരം ഒഴിവാക്കാനും സീറ്റ് ബെൽറ്റുകൾ ധരിക്കാനും മറക്കരുത്. യാത്രയുടെ ആവേശം സുരക്ഷയെ മറികടക്കാതിരിക്കട്ടെ. ഈ പാഠങ്ങൾ നമുക്ക് ഹൃദിസ്ഥമാക്കാം. ഈ സന്ദേശം ഒരാളുടെയെങ്കിലും ചിന്ത മാറ്റാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗൗരവമേറിയ വിഷയങ്ങൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക.